അല്ലെങ്കിൽ ശരിയാവാത്ത രീതിയിൽ നിങ്ങൾ 108 അല്ലെങ്കിൽ 1000 ചെയ്തിട്ട് കാര്യമില്ല. വൃത്തിയായിട്ട് ഒരു സൂര്യ നമസ്കാരം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് വരിക. ബാക്കിന് സ്ട്രെച്ച് കിട്ടും, അതുപോലെ തന്നെ സ്റ്റൊമക്ക് കംപ്രസ് ആവുകയും ചെയ്യും. ശേഷം ഈ കണ്ണിന്റെ ദൃഷ്ടി നമ്മുടെ പീസിലേക്ക് നമ്മൾ കണ്ണുറപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഉള്ള തെറ്റുകൾ എങ്ങനെ നമുക്ക് തിരുത്താം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്യൂട്ടോറിയൽ ആണ്. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെയ്യുന്ന യൂഷ്വലി എല്ലാവരും എൻ്റെ സൂര്യ നമസ്കാരം വീഡിയോസ് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ ആരും അവരെ തിരുത്താനായിട്ട് അവിടെ ഉണ്ടാവാറില്ല, അല്ലേ? അപ്പോൾ പലരും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു ആളെ നിർത്തി തന്നെ നമുക്ക് അതിൻ്റെ കറക്ഷനും കൂടെ പറഞ്ഞു പോകണേ. നിങ്ങളുടെ കൈ എങ്ങനെയാണ്, കാലെങ്ങനെയാണ്, ഇതെല്ലാം പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ പ്രാക്ടീസ് നല്ല അടിപൊളിയാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഇന്ന് ഈ ട്യൂട്ടോറിയൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് പൊസിഷനായ ഹസ്ത ഉത്താനാസനത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ എപ്പോഴും എല്ലാ യോഗ ക്ലാസ്സുകളിലും ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, അവരുടെ ബാക്ക് സ്ട്രെയിൻ ചെയ്യുന്നത്. ഒത്തിരി പേര് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചൊരു അവയർനെസ് അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ കൈകൾ കൂപ്പി നമ്മുടെ തല ഇങ്ങനെ ഒത്തിരി മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചിലർക്ക് തല ഇറങ്ങും. അപ്പം അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കി ദൃഷ്ടി ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് പതുക്കെ പുഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഹിപ്പ് ബാക്കിലേക്കും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ബാക്കിൻ്റെ കർവ് നല്ല ഭംഗിയായിട്ട് ഒരു കർവേച്ചർ അവിടെ വരും. ഈ ഒരു പൊസിഷൻ നിർത്തി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാക്കിന് നല്ലൊരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? അതേപോലെ തന്നെ ഇത് റിലീസ് ചെയ്തതിന് ശേഷം ബെൻഡ് ഫ്രം യുവർ ലോവർ ബാക്ക്. നമ്മുടെ ബാക്കിൽ നിന്ന് പതുക്കെ ഇങ്ങനെയാണ് അത് ബെൻഡ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കൈകൾ ഇങ്ങനെ ഭയങ്കര ആദ്യം നല്ല ലൂസാക്കി ഇടുക. ശേഷം ഈ കണ്ണിൻ്റെ ദൃഷ്ടി നമ്മുടെ നമ്മുടെ നീസിലേക്ക് നമ്മൾ കണ്ണുറപ്പിക്കുക. എന്നിട്ട് വളരെ റിലാക്സ് ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ കാലുകളിലേക്ക് കൈ മുട്ടുവോ എന്നുള്ളത് പിന്നെ നോക്കിയാൽ മതി. അതിനെയാണ് പാദഹസ്താസന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി മൂന്നാമത്തെ പൊസിഷനായ അശ്വസഞ്ചലനാസനം. അത് നമ്മൾ ഒരു കാല് നമ്മൾ ബാക്കിലേക്ക് എടുത്തു വെക്കുകയാണല്ലോ. അപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കാൽമുട്ട് നമ്മൾ ചിലപ്പോൾ ഷോർട്ടാക്കി വെക്കും. ഇത് തെറ്റാണ്. അതേപോലെ തന്നെ ചില സമയത്ത് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തു, ഇതും തെറ്റാണ്. അപ്പം നമ്മൾ ഈ 3 limbs ഷുഡ് ബി ഇൻ ദ സെയിം ലൈൻ എന്നാണ് പറയാം. അതേപോലെ തന്നെ ഈ കാല് കുറച്ചും കൂടി ബാക്കിലേക്ക് വച്ചാൽ മാത്രമാണ് ഈ തൈസിൻ്റെ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ ഇവിടെയും കൂടി ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തൈസിന് സ്ട്രെച്ച് കിട്ടും, ബാക്കിന് സ്ട്രെച്ച് കിട്ടും, അതുപോലെ തന്നെ സ്റ്റൊമക്ക് കംപ്രസ് ആവുകയും ചെയ്യും. ഇനി നമ്മൾ പ്ലാങ്ക് പൊസിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദണ്ഡാസനം, അത് കാലുകൾ ആദ്യം ഫോർലെഗ് പൊസിഷൻ പതുക്കെ നമ്മൾ ഈ പ്ലാങ്ക് പൊസിഷൻ. ഇതിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കാത്തവർക്ക് വേണമെങ്കിൽ എൽബോ പ്ലാങ്ക് ഇൻ ദ ബിഗിനിങ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് പതുക്കെ ഒന്ന് കാല് റിലീസ് ചെയ്തിട്ട് ഈ എൽബോ ഡൗൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ എൽബോ പ്ലാങ്കിലും നിൽക്കാം. കാല് സ്ട്രെയിറ്റ് ആയിട്ട് പ്ലാങ്കിലേക്ക് നിൽക്കും, എൽബോ പ്ലാങ്കിൽ ഇങ്ങനെ നിൽക്കാം. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പ്ലാങ്കിലേക്ക് ഇനി കാൽമുട്ട് പതുക്കെ റിലീസ് ചെയ്തിട്ട് പ്ലാങ്ക് പൊസിഷനിലേക്ക് വരാം. ഇനി നമ്മൾ വളരെ സാവധാനം നമ്മൾ ശശങ്കാസനം, അതായത് ബെൻഡ് ടു നീസ്, അത് കഴിഞ്ഞിട്ട് വളരെ സാവധാനം ശശങ്കാസനത്തിലേക്ക് ഇരിക്കുക. അതിനിപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം വെച്ചാൽ ഈ കാലിൻ്റെ 2 വശങ്ങളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ വയറ് വെക്കാനത് ഇപ്പോൾ പലർക്കും പ്രശ്നം എന്ന് വെച്ചാൽ കുടവയറ് കാരണം ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 2 കാലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വയറിനൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ആ ശശങ്കാസനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വയറ് കൂടുതലുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നത് അവർക്ക് ദോഷം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വളരെ നന്നായിട്ട് ശശങ്കാസനത്തിലേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് നമ്മൾ ശ്വാസഗതിയെ പറ്റി നമുക്ക് രണ്ടാമത്തെ സെറ്റിൽ പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു സ്പേസിലേക്ക്, നമ്മുടെ ഈ 2 കൈയിൻ്റെ സ്പേസിലേക്ക് നമ്മളൊന്ന് നോക്കുക. ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സാവധാനം വന്നതിന് ശേഷം നമ്മൾ മുഴുവനായിട്ട്, ചിലവർക്ക് ഇപ്പോൾ ഇതുപോലെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുഴുവനായിട്ട് കിടന്നിട്ട് പിന്നെ ലിഫ്റ്റ് ചെയ്താലും മതി. ഇങ്ങനെ ഫുള്ള് ഇത് കിടന്നതിന് ശേഷം പതുക്കെ ലിഫ്റ്റ് യുവർ ഹിപ്പ്. ഈ ഹിപ്പ് നമ്മൾ പതുക്കെ ലിഫ്റ്റ് ചെയ്യുന്നു. ഇനി ഇത് ചെയ്യുമ്പോൾ അഷ്ട അംഗ നമസ്കാരം എന്നാണ്. അതായത് 2 കാൽവിരലുകൾ, 2 മുട്ട്, 2 കൈകൾ. ഇപ്പൊ 2, 4, 6 ഇനി എന്താണ്? ചിൻ, നമ്മുടെ ചിന്ന് ഇവിടെ മുട്ടുന്നു, ചെസ്റ്റ്. അങ്ങനെയാണ് ഈ 8 അംഗങ്ങൾ
നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നതാണ് അഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. ഇനി ഈ ബട്ടക്സ് അല്ലെങ്കിൽ ഹിപ്പ് നമ്മൾ റിലീസ് ചെയ്ത് വളരെ സ്റ്റേബിൾ ആയിട്ട് കിടന്നതിന് ശേഷമാണ് നമ്മൾ ഭുജംഗാസനത്തിലേക്ക് നമ്മൾ പതുക്കെ വരുന്നത്. ഇങ്ങനെ വന്ന് നമ്മൾ റിലാക്സ് ചെയ്യാം. ഇത് വളരെ നല്ല ഒരു റിലാക്സ്ഡ് ആയിട്ട് കാലുകളൊക്കെ റിലാക്സ് ചെയ്ത് ഒരു ഭുജംഗാസനം കോബ്ര പോസ് ചെയ്തതിന് ശേഷം അതേ കൈയിൻ്റെ പൊസിഷൻ മാറ്റാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പർവ്വതാസനത്തിലേക്ക് മൗണ്ടൻ പോസിലേക്ക് പോകും. ലുക്ക് അറ്റ് യുവർ ടോസ്. അത് കുറച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്തോളൂ. ഒരു ഹിപ്പിൻ്റെ ഒരു അകലത്തിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാല് ആ ഒരു സ്പേസിലേക്കായിരിക്കണം നിങ്ങൾ നോക്കുന്നത്. ഇനി നമ്മൾ അതേ കാല്, ഏത് കാലാണോ ബാക്കിലേക്ക് എടുത്തു വെച്ചാൽ അതേ കാല് നമ്മുടെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തണം. നമ്മൾ മൂന്നാമത്തെ പൊസിഷനായ അശ്വസഞ്ചലനാസനത്തിലേക്ക് വന്നു. ശേഷം പാദഹസ്താസനത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരികയാണ്. അതിനുശേഷം നമ്മൾ ഹസ്തോത്താനാസനം എന്ന് പറഞ്ഞ് മുകളിലേക്ക്. ഇനി നമ്മളിത് ശ്വാസഗതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഹേൽ, എക്സേൽ. ഇനി മറ്റേ കാല് ബാക്കിലേക്ക് വെക്കുക. ഇൻഹേൽ, ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ്. എക്സേൽ, പ്ലാങ്ക് പോസ്. ഇനി എന്താണ്? ഇൻഹേൽ ആൻഡ് എക്സേൽ, ശശവ്യാസനം. ബെൻഡ് അറ്റ് യുവർ നീസ്. നമുക്കിതുപോലെ ഒരു ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ടച്ചും കാര്യങ്ങളൊക്കെ നമ്മളുടെ ടീച്ചറിൽ നിന്ന് നമുക്ക് കിട്ടും. സ്ലോലി ഇൻഹേൽ, പതുക്കെ ഇൻഹേൽ ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് പോവുക. ശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് ഭുജംഗാസനത്തിലേക്ക് പോവുക. എക്സേൽ ചെയ്തുകൊണ്ട് നമ്മൾ പർവ്വതാസനത്തിലേക്ക് വരിക. വീണ്ടും ആ കാല്, ഏത് കാലാണോ ബാക്കിലേക്ക് എടുത്തു വെച്ചാൽ ആ കാല് നമ്മൾ ഫ്രണ്ടിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഹസ്തോത്താനാസനത്തിലേക്ക് വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സൂര്യ നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നുണ്ട്. കാരണം വൃത്തിയായിട്ട് ഒരു തവണ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പലരും പറയും ഞാൻ 108 എണ്ണം ചെയ്തു. ഒരു വൃത്തിയാവാതെ അല്ലെങ്കിൽ ശരിയാവാത്ത രീതിയിൽ നിങ്ങൾ 108 അല്ലെങ്കിൽ 1000 ചെയ്തിട്ട് കാര്യമില്ല. വൃത്തിയായിട്ട് ഒരു സൂര്യ നമസ്കാരം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. വളരെ സാവധാനം ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങളുടെ കറക്ഷൻ എല്ലാം നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു ട്യൂട്ടോറിയലുമായിട്ട് ഇനിയും കാണാം.